ആദ്യം ശ്രീ ജെ അജിത് കുമാർ, ശശി തരൂർ പാർട്ടി വിടുമോ എന്നൊരു ചോദ്യത്തിനകത്ത് അല്ലെങ്കിൽ അവിടെ എത്തി നിൽക്കുകയാണോ? ലേഖന വിവാദം തൊട്ട് ഇന്നത്തെ അഭിമുഖം വരെ ഒരാഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾ കണ്ടു ചോദിക്കുമ്പോൾ പറയാനുള്ളത് തനിക്ക് സമയമാകുമ്പോൾ താൻ തന്റെ മാധ്യമങ്ങളോട് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മിനിറ്റ് വരെ, ഈ സെക്കൻഡ് വരെ ആ ലേഖനം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷേധക്കുറിപ്പ് തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അത് നിഷേധിച്ചിട്ടില്ല. പാർട്ടി വിടാൻ ഒരുങ്ങുകയാണോ തരൂർ? ഇപ്പോൾ അവസാനം ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയാം. തീർച്ചയായും ഡോക്ടർ ശശി തരൂരിനെ പോലെ ഒരു വ്യക്തി കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലൂടെ ലോക്സഭയിലേക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ പോയ ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്നു. ഒരു പക്ഷേ അതിൽ അങ്ങനെ ആദ്യം വിശേഷിപ്പിക്കപ്പെട്ട മലയാളി ശ്രീ വി കെ കൃഷ്ണമേനോനായിരുന്നു. അതിനുശേഷം അതേ അന്തർദേശീയ തലത്തിൽ അതേ തലപ്പൊക്കത്തോടെ നിൽക്കാൻ തരൂരിന് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. തീർച്ചയായും അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നാൽ തീർച്ചയായും ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ അല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് പോകാനാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോകാമായിരുന്ന അവസരങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്ന ആരെ വേണമെങ്കിലും ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ, ചുവപ്പ് പരവതാനി വിരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന 2 പാർട്ടികളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഒന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP, മറ്റൊന്ന് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന CPIM. ഇപ്പോൾ തന്നെ പല പരാമർശങ്ങൾ ഇതിനെക്കുറിച്ച് വന്നല്ലോ, ചില റിയാക്ഷൻസ് വന്നത് നമ്മൾ കണ്ടല്ലോ തുടക്കത്തിൽ. അപ്പോൾ ശശി തരൂരിനെ പോലെ ഉള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് പുറത്ത് ചാടിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ 2 സജ്ജരായിരിക്കുന്ന പാർട്ടികൾ കേന്ദ്രത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളല്ല ഡോക്ടർ ശശി തരൂർ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം പറയാതെ വയ്യ പറഞ്ഞാൽ, അദ്ദേഹം ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാരയിലേക്ക് ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായും ആമഗ്നനായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ലോകവേദികളിലൊക്കെ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമാണ്. പക്ഷേ നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ 4ാമത്തെ ഇലക്ഷൻ, ഇപ്പോൾ 15 വർഷമായി, ഇപ്പോൾ ഈ ടേം പൂർത്തിയാകുമ്പോൾ 20 വർഷം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുകയാണ് ലോക്സഭയിൽ. അദ്ദേഹത്തിന് ഒരു ഈ വിദ്യാർത്ഥികാലം മുതൽ, ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ പയറ്റി വന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KSUവിൽ കൂടിയോ യൂത്ത് കോൺഗ്രസിലൂടെയോ, അല്ലെങ്കിൽ വലിയ യൂത്ത് കോൺഗ്രസ് എന്ന് പറയും, മൂത്ത കോൺഗ്രസ് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ വന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിനെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്നുള്ള പരാതി അദ്ദേഹം ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങൾ അങ്ങനെ ഒരു സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേകമായ ഒരു പരിസ്ഥിതി, ഒരു ഇതുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ഡോക്ടർ തരൂരിന് തീർച്ചയായും അദ്ദേഹം അഖിലേന്ത്യാ AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച വ്യക്തിയാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ശ്രീ അജിത് കുമാർ, ഞാൻ ഇടപെട്ടെന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അഭിമുഖം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണെന്ന് കരുതുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. K. സുധാകരനൊക്കെ അതായിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക. താങ്കൾ എന്താണ് കരുതുന്നത്? രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം കൊടുത്ത അഭിമുഖമാണോ അതിന് മുൻപ് കൊടുത്ത അഭിമുഖമാണോ? അല്ല, ഇതിനകത്ത് നമ്മളെ മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ടതായ ചില പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ മിനിമം എത്തിക്സ് ഏത് പ്രൊഫഷനും ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് 2 പേർക്കും അറിയാം. മാധ്യമത്തിൽ പൊതുവായി ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് ഇത് 26-ാം തീയതി റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സാധനമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അത് തീർച്ചയായും അതിന് വളരെ മുമ്പ് തന്നെ ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലും അറിവോ സമ്മതവും ഇല്ലാതെ ഇതൊരു അകാലത്തിൽ ഇത് പുറത്തു വിട്ടത് വഴി നമ്മൾ ലംഘിച്ചിരിക്കുന്ന മാധ്യമ ധാർമ്മികത എന്ന് പറയുന്നത് അവിടെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഏറെക്കാലമായിട്ട് പാർലമെൻറ്റിൻ്റെ ലോബിയിലൊക്കെ വെച്ച് കാണുന്നു എന്നല്ലാണ്ട് വളരെ അടുത്ത ഒരു ഇൻറ്ററാക്ഷൻ ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും തരൂർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും പോസിറ്റീവായൊരു അഷ്വറൻസ്, ഉറപ്പോ അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടും എന്നുള്ള എന്തെങ്കിലും ഒരു വാഗ്ദാനമോ എന്തെങ്കിലും ഈ കിട്ടാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ ഒരു വികാര വിസ്ഫോടനമാണെന്ന് നമുക്ക് കരുതുക വയ്യ. അദ്ദേഹം ഇതിനു മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് അവിടെ ചർച്ചയിലിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് അതിനെക്കുറിച്ചും തരൂർ തുറന്നു പറഞ്ഞത്.
അതുപോലെ ഇപ്പൊ ഗ്ലോബൽ പക്ഷേ ശ്രീ അജിത് കുമാർ, ഞാൻ ഈ ചോദിച്ചത് പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ള കാര്യം സമ്മതിക്കാം. അതുപോലെ പക്ഷേ CPM പോലും പുറത്ത് പറയുന്നില്ലെങ്കിൽ അത് സമ്മതിക്കുമായിരിക്കും. പക്ഷെ ഒരു വിഷയം, ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിഷേധിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ലേഖനത്തെ തള്ളി പറയാൻ വയ്യ. UDF-ലെ ഘടകകക്ഷികൾ തന്നോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ട്. അതാണ് പറയുന്നത് അദ്ദേഹം. ഇതിപ്പോ ലീഗൊക്കെ ഈ വിഷയത്തിനകത്ത് അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് അല്ല, UDF ആണ്. UDF-നകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുഞ്ഞാലിക്കുട്ടി യോഗ്യനാണ് എന്നതടക്കമുള്ള ലീഗിന്റെ പരാമർശങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ലീഗ് ഈ വിഷയത്തിനകത്ത് ഹൈക്കമാൻഡ് പോലും ഇതിൽ സമവായം ഉണ്ടാക്കുന്നില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. മലപ്പുറത്ത് യോഗം ചേരുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ. അതായത് ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് പോരാ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നടക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊരു തോന്നൽ ഘടകകക്ഷികൾക്കുണ്ട് എന്നാണ് തരൂർ പറഞ്ഞതെങ്കിൽ അതെങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന് വിരുദ്ധമാവുക? ഘടകകക്ഷികൾക്ക് ആ തരത്തിലൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ലീഗൊക്കെ പുറത്തു പറയുകയും പറയാതെ പറയുകയൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥം പിന്നെന്താണ്? ഇപ്പോ പിന്നെ മുസ്ലിം ലീഗിന്റെ അന്തിമ വാക്ക് എന്ന് പറയുന്ന പാണക്കാട്ട് തറവാട്ടെന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേതാവ് സാദിഖ് തങ്ങൾ പറയുകയുണ്ടായി. ശ്രീ കുഞ്ഞാലിക്കുട്ടിയും കൂടെ പറയാറുണ്ട്. അദ്ദേഹമാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിലും ലീഗിന്റെ നേതൃനിരയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. ശശി തരൂരിൻ്റെ കാര്യം മാത്രമല്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കുക എന്നുള്ള ആ ഒരു നിലപാട്. അതാണല്ലോ ഏത് ഘടകകക്ഷിയും ചെയ്യുന്നത്. ഇപ്പോൾ CPM-ൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ CPI-ക്കാർ വന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്ന് ആരെങ്കിലും ശശി തരൂരിൻ്റെ ചെവിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കുക. ഒരു പക്ഷേ ആ പ്രസ്താവന പോലും തെറ്റാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ KPCC നയിക്കാൻ ഒരു ശക്തനായ ഒരു നേതാവുണ്ട്. പ്രതിപക്ഷത്തെ നയിക്കാൻ അതുപോലെ ഈ തുല്യ ശക്തിയോടുകൂടി തന്നെ ഭരണപക്ഷത്തോട് അതേ രീതിയിൽ തന്നെ പോരാടുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെയാണ് സർക്കാരിനെതിരെ ശക്തമായ വിമർശനം അഴിച്ചുവിടുന്ന ആളാണ്. പേരുകളൊന്നും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ നിന്ന് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ നേതൃനിരയിൽ മുന്നിലും മുകളിലുമായി നിൽക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ ഇത് നേതൃശൂന്യത ഉണ്ട് എന്ന് പറയുന്നത് അത് തീരെ അങ്ങോട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ എന്ത് റോളായിരിക്കണം? ഈ പറഞ്ഞ KPCC പ്രസിഡൻ്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, കേന്ദ്രത്തിൽ AICC-യിൽ ഭാരവാഹികളുണ്ട്. അപ്പോൾ തനിക്ക് എന്ത് റോളാണ് ഉണ്ടാകേണ്ടത് എന്ന് ശശി തരൂർ ഇതുവരെ നിർണയിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി 4 തവണ ഒരേ മണ്ഡലത്തിൽ നിന്നും വർദ്ധിച്ച ഭൂരിപക്ഷവും കുറഞ്ഞ ഭൂരിപക്ഷമൊക്കെ ആയിട്ട് 4 തവണ തുടർച്ചയായി ജയിച്ചു പോകുന്ന ഒരാൾക്ക് ഇപ്പോഴും തൻ്റെ അവിടെ നമ്മൾ പറയില്ലേ, നമ്മൾ ടു ഫൈൻഡ് യുവർ ഫീറ്റ് എന്ന്, അതിന് അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു തോന്നൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇനി ഏത് സ്ഥാനത്തേക്കാണ് നമ്മുടെ ഇതിനകത്ത് അതാണ് പാർട്ടി ഇത് ഉണ്ടാക്കുന്നത്, പാർട്ടിയാണോ നേതാക്കന്മാരാണോ എന്നുള്ളതാണ്. പാർട്ടി വേണ്ട വിധത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തില്ല, താൻ വേറെ വഴി നോക്കും എന്ന് പറയുന്നിടത്താണ് വിഷയം. അവിടെ നമ്മുടെ ഇതിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒന്ന്, ലക്ഷ്യം താക്കോൽ സ്ഥാനമോ നേതൃദാരിദ്ര്യം ഉണ്ടോ കേരളത്തിലെ കോൺഗ്രസിൽ? അപ്പോൾ താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് അത് മുമ്പ് ഒരു സമുദായ നേതാവ് പറഞ്ഞൊരു പ്രയോഗമാണ്. താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ സർക്കാരിൻ്റെ തലപ്പത്തെത്തുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അതെ. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ നേതൃദാരിദ്ര്യമാണ്. അപ്പോൾ നേതൃദാരിദ്ര്യത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. താക്കോൽ സ്ഥാനത്തേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ ചേർന്ന് ദേശീയ പാർട്ടി കൂടിയാണ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരവും ലഭിക്കുക എന്നുള്ള ഒരു ചട്ടവട്ടങ്ങളുണ്ടല്ലോ ഏത് പാർട്ടിയിലും. അത് കൃത്യമായി പിന്തുടരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.